ഹായ് ഗിരീഷ്. ഹായ്. വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ അതിനൊരു കാര്യം അഡ്മിറ്റ് ചെയ്യണം. ഞാൻ 2 സിനിമയുടെ ഭയങ്കര ഫാനാണ്. വെച്ചാൽ സാധാരണ ഫാൻ എന്ന് പറഞ്ഞാൽ പറ്റൂല, കുറച്ചൊരു ഒബ്സസീവ് ഫാനാണ്. ഈ ചിലവരൊക്കെ ഈ രാത്രി ഉറങ്ങുമ്പോൾ ഈ ഫ്രണ്ട്സ് കണ്ടാലേ ഉറങ്ങാൻ പറ്റും, അങ്ങനത്തെ കുറെ പേര് ഇല്ലേ? അതുപോലെ എനിക്ക് സൂപ്പർ ഷെറിനെ കണ്ടാലേ ആ സമയത്ത് അറ്റ്ലീസ്റ്റ്, ഇപ്പൊ കുറച്ച് മാറി ആപ്പ് Z5 ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ പക്ഷെ എന്താ പറയാ, ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള കുറച്ചു കാലം ഏകദേശം എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് അത് കണ്ടിട്ടേ ഉറങ്ങുള്ളായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മൾ ആ സിനിമയിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഗിരീഷിന് ഒരു പെർട്ടിക്കുലർ ഒരു ഫേസ് ഉണ്ടാവുമല്ലോ, നമുക്ക് സിനിമയിലോട്ട് കയറണമെന്ന് തീരുമാനിച്ചൊരു ഫേസ്. ആ ഫേസിലോട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്കൊരു കഥയുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ടാലന്റ് നമുക്ക് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടായിരിക്കില്ലേ നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കണേ. ആ സമയത്ത് ആലോചിച്ച ഒരു ഐഡിയ, അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു ധൈര്യം വരാൻ ഉണ്ടായ കാരണം എന്തുകൊണ്ടാന്ന് ഓർമ്മയുണ്ടോ? അല്ല, ആ കാലത്തായിരിക്കും ധൈര്യം കൂടുതൽ. കാരണം ഒന്നും അറിയില്ലല്ലോ, എന്താ പരിപാടി ഒന്നും അറിയില്ല. ബുദ്ധിമുട്ട് എന്താണ്? ബുദ്ധിമുട്ട് മാത്രമല്ല, ഫിസിക്കൽ മെന്റൽ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഇതിന് ഒരു കഴിവും കൂടി വേണമെന്നുള്ള ഒരു ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ നമുക്ക്. ആ ഇതാണ് പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യോ ഇത് കൊള്ളാം, ഇതുപോലെയൊക്കെ നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കണത്. അപ്പൊ ആ സമയത്ത് ധൈര്യത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ആഗ്രഹം മാത്രമാണല്ലോ. പിന്നെയാണ് നമ്മൾ ഇത് സീരിയസ് ആയിട്ട് പിന്നീട് ഒരു 2013-14 ആകുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ സിനിമ ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും മനസ്സിലായത്, ഇത് നടക്കാൻ പോണില്ലെന്നും മനസ്സിലായത്, ശരിക്കും മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. അങ്ങനെയായിരുന്നു അതിന്റെ ആ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ എനിക്കറിയില്ല, എങ്ങനെയൊക്കെയോ അത് സ്ട്രഗിൾ ചെയ്ത് അല്ല, പക്ഷെ എന്താ പറയാ, ആ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ കാണുമ്പോ ഒരു സിനിമ കാണുമ്പോ ഇങ്ങനത്തെ സിനിമ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമയാണ് നമ്മുടെ ആഗ്രഹം എന്ന് തോന്നി കഴിഞ്ഞിട്ട് അതുപോലത്തെ ഫിലിംസ് ആണോ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഏറെക്കുറെ. അതെ. അപ്പൊ എങ്ങനത്തെ ഫിലിംസ് ആയിരുന്നു? പ്രിയദർശൻ, സത്യനന്ദിക്കാണ്, അങ്ങനത്തെ ഒക്കെ എനിക്ക് അത് ഇഷ്ടമാണ്. അത് മലയാളത്തില്, പിന്നെ തമിഴില് ഉള്ള കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് സെൽവരാഘവൻ ഫിലിംസ് ഒരു ബന്ധമില്ലല്ലോ. ബന്ധമില്ല, പക്ഷെ ബന്ധമുണ്ട്. അല്ല, ബന്ധം എന്തായാലും ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒബ്വിയസ് ആയിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട്, അത് എനിക്ക് മാത്രം അറിയാവുന്ന. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അയ്യോ, അങ്ങനെ അല്ല. ഞാൻ ഈ ഒന്നാമത്തെ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം തോന്നിയത്, എനിക്ക് തോന്നിയേക്കണ ആ കാതൽ ഇപ്പൊ തോന്നിയതാണ്, ഞാൻ ആലോചിച്ചോണ്ട് വന്നതല്ല. പക്ഷെ ഈ കാതൽ കൊണ്ടേനിലെ ധനുഷിന് ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ. അതും ടു സം എക്സ്റ്റെന്റ് എനിക്ക് പറഞ്ഞ ശരണ്യയുടെ സ്വഭാവമായിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. ആണോ? ശരിയാണ്. അത് തന്നെയാണ് ശരണ്യ. അത് തന്നെയല്ല ശരണ്യ, എന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാ എന്താ പറയാ, നമ്മളിപ്പോ കാണുന്ന സിനിമകള്, ഇപ്പൊ ഒരു ഹീറോ, അപ്പൊ ആ ഹീറോക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടാവും. ഇപ്പൊ സമൂഹം നല്ലതാണെന്ന് പറയപ്പെടുന്ന കുറെ ഗുണങ്ങളുണ്ടാവും. അവൻ അതിൽ ഭയങ്കര എക്സൽ ചെയ്തിട്ടുണ്ടാവും. അവൻ ഒരേ സമയം പഠിക്കുന്ന ആളായിരിക്കും, ഗിറ്റാറിൽ പുലിയായിരിക്കും, പാട്ട് പാടും, ഫുട്ബോൾ ടീമിന്റെ മറ്റേ സരോജ് കുമാർ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ക്യാപ്റ്റൻസ് ആയിരിക്കും അവൻ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ടീമിനെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇത്ര പുലിയായിട്ടുള്ള ഒരുത്തനൊന്നും നമ്മൾ കാണാറില്ലല്ലോ. നമ്മുടെ കൂട്ടുകാരിലും ഉണ്ടാവില്ല. എല്ലാവരും ഒക്കെ ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലർക്ക് പഠിക്കാൻ കഴിവുണ്ടാവും, ചിലർ വേറെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലാതെ ഇത് എല്ലാത്തിലും ഇങ്ങനെ വിരകിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, എന്താണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വെച്ചിട്ടൊന്നും എന്താ സിനിമ ഇല്ലാത്തേന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോ എനിക്ക് അങ്ങനെയാണ് ഞാൻ സെൽവരാഘവന്റെ ഒക്കെ പടം കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര നോർമൽ എന്ന് പറഞ്ഞാൽ ചില കേസിൽ വേറെ രീതിയിലേക്കേ പോകും, അതിന്റെ വേറെ എക്സ്ട്രീമിലേക്കേ പോകുന്ന രീതിയിലെ ആൾക്കാർ. പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ഹീറോയിക് ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അത് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു കാണുമ്പോൾ തന്നെ, ഭയങ്കര ഇൻസ്പയർ ചെയ്ത. ഇങ്ങനെ ഇപ്പൊ കാതൽ കൊണ്ടേൻ പറഞ്ഞില്ല, ആ കാതൽ കൊണ്ടേ ഞാൻ കാണുന്നത് വളരെ ആദർശികമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് പടം, എനിക്കത് കാണാൻ തോന്നിയിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരിക്കൽ അവിടെ ഈ ചാലക്കുടിയിൽ ഇങ്ങനെ ഈ ഗ്യാപ്പ് വരുമല്ലോ സിനിമകൾ, അപ്പൊ പഴയ പടങ്ങൾ എടുത്തിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പഴയ തമിഴ് പടങ്ങളൊക്കെ ചുമ്മാ ഒരാഴ്ചത്തേക്കൊക്കെ കളിക്കും.
അപ്പൊ അങ്ങനെ കളിക്കാൻ വന്ന ഒരു പടം കാതൽ കൊണ്ട്. അപ്പൊ അങ്ങനെ വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇതിന് കയറി കഴിഞ്ഞ് ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര അതിൽ വേറൊരു അതിന്റെ മ്യൂസിക്കും എന്തൊക്കെയോ ഭയങ്കര നമ്മൾ ഭയങ്കര ഇതായി. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അത് ഇപ്പൊ നമ്മുടെയൊക്കെ കൂട്ടുകാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ നായകനായിട്ട് വരണത്. അതുപോലുള്ള ഒരുത്തൻ നായകനാവുന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു നോർമൽ ഗൈ ആയിരിക്കും. അവൻ്റെതായിട്ടുള്ള പല ഇൻസെക്യൂരിറ്റീസും പ്രോബ്ലംസും ഒക്കെ ഉള്ള ടീമായിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പൊ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ വെച്ച് കഥ പറയാ എന്നുള്ളത് ആണ് നമ്മുടെ എനിക്കിഷ്ടമുള്ള കാര്യം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഈ ഇപ്പൊ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ആ ഒരു മൂഡുണ്ടല്ലോ സിനിമയ്ക്ക്, രണ്ട് സിനിമയ്ക്ക് നോക്കുവാണെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ. ഇപ്പോ എന്താ പറയാ, ഈ തണ്ണീർമത്തനിൽ നടക്കുന്ന ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള അനിയത്തിപ്രാവൊക്കെ ബേസിക്കലി അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ അല്ലേ ആസ് എ പ്രോബ്ലം. പക്ഷെ അങ്ങനത്തെ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഡ്രാമാറ്റിക് സീക്വൻസസ് എഴുതുമ്പോഴും അത് എങ്ങനെയാണ് ഒരു ലൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യം? അത് ഏത് സ്റ്റേജിലാണ് വരുന്നത്? അത് എഴുതുമ്പോൾ തന്നെ വരും. നമുക്ക് അതിനെ ഓവർ റൊമാൻറ്റിസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. നമ്മുടെ ഗോൾ അതാണ്. അത് ഓവർ റൊമാൻറ്റിസൈസ് ചെയ്തപ്പോട്ട് നമ്മളും അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് തന്നെ അതൊരു അവെയറാണ്, അത് കുറച്ച് ചീസിയാണ് എന്നുള്ള സംഭവം. ആ ചീസിനെസ് എനിക്കറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കുക. സെൽഫ് അവെയർ ആയിട്ട് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ബാലൻസ്, അതിനൊരു കോമിക് എലമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഒരു ബാലൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റേണ്ടത്. നമ്മൾ തന്നെ അതിൽ ഭയങ്കര നമ്മുടെ ക്യാരക്ടറേഴ്സ് പ്രണയത്തിലാവുന്നതിൽ നമ്മൾ തന്നെ ഭയങ്കര ഓവർ ഒബ്സസ്ഡ് ആവണത് കുറച്ച് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് കണ്ടു നിൽക്കുന്ന പലർക്കും അത് അത്ര സുഖമായിട്ട് തോന്നണമൊന്നുമില്ല. അപ്പൊ അതിനെന്തെങ്കിലും തരത്തില് കൗണ്ടർ ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കാറുണ്ട്. അത് വിഷ്വലി ചെയ്തു വരുമ്പോ അതങ്ങനെ ആവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് എത്രത്തോളം അത് വരുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. അത് പ്രേക്ഷകർ പറയുമ്പോഴാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കേൾക്കുമ്പോ നമ്മൾ അത്രത്തോളം അത് സക്സസ് ആയി എന്ന് വിചാരിക്കണം. അല്ല, പക്ഷെ എന്നാലും ഇതിപ്പോ ഞാനിപ്പോ തണ്ണീർമത്തന്റെ ഒരു സീനിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി ആ സീൻ എന്താന്ന് വെച്ചാൽ ഇവര് ആൾക്കാര് പിള്ളേര് ബോളിംഗ് എറിഞ്ഞുകൊണ്ടിരിക്കണു, കോച്ച് ഇങ്ങനെ എന്താ പറയാ സെലക്ട് ചെയ്യാണ് ഈ കുട്ടിക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ, അത്രേ ഉള്ളൂ സീൻ. പക്ഷെ ഇതൊക്കെ സ്ക്രീൻ പ്ലേ ഉള്ള ഡയലോഗാണോ? ഇന്ന് സാറ് പല്ലേച്ചില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാറിനെ കളിയാക്കുന്ന സീൻ അത് അല്ലെങ്കിൽ അത് ഡബിങ്ങില് ആഡ് ചെയ്യണ കാര്യങ്ങളാണോ? അല്ലെങ്കിൽ അല്ല അത് ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഡയലോഗ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്ക്രീൻ പ്ലേയിലുള്ളതാണ്. ഇത് ആ സമയത്ത് നമുക്ക് നമ്മൾ ഈ വണ്ടി കളിക്കാൻ വരുമ്പോ വെസ്റ്റ് ഇൻഡീസിന്റെ ആൾക്കാരൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് പറഞ്ഞാണ് അറിയാം. ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒരു ഫണ്ട് തോന്നി അങ്ങനെ കൊടുത്താലോ എന്നുള്ള ഒരു സാധനം തോന്നിയിട്ട് അങ്ങനെ ഡബിങ്ങിന്റെ സമയത്ത് അല്ല ഷൂട്ട് ചെയ്യണ സമയത്ത് അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. അങ്ങനെ കൊടുത്തപ്പോ അതിനോട് റിലേറ്റ് ആയിട്ട് ഇങ്ങനെ തോന്നുമ്പോ നമുക്ക് തന്നെ തോന്നും ഇയാളെന്ന് മറ്റേ പല്ലേച്ചിട്ട് വായ കഴിയില്ലെന്ന് തോന്നും. അപ്പൊ അത് പിള്ളേരെ കൂടെ എന്താ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയിപ്പിച്ചിട്ട് അങ്ങനെ പറയണതാണ്. ആ സമയത്ത് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അല്ല പക്ഷെ എങ്ങനെയാണ് അത് വരുത്തിക്കണേ? കാരണം ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയേക്കണ ഗിരീഷിന്റെ സിനിമകൾ കാണുമ്പോ ഇതിപ്പോ നമ്മൾ എപ്പോഴും ആൾക്കാര് ഈ ഷൂട്ടിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട്, 50 പേര് 200 പേര് പൈസ പോയിക്കൊണ്ടിരിക്കണം, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷെ ഗിരീഷിന്റെ ഒരു സീൻ കാണുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അവർക്കൊരു 3 ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നണേ ഓരോ സീൻ കാണുമ്പോൾ. കാരണം അത്രയും ഡയലോഗ്സ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ സീനിൽ തന്നെ. അതും ഒരു നെക്സ്റ്റ് ലെവൽ കംഫർട്ട് ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സീനിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ നമുക്ക് തോന്നും. അതെങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യണ ഒരു സെറ്റില്? സീനായിട്ട് കാണുമ്പോ ശരി, പക്ഷെ സെറ്റിൽ ക്രിയേറ്റ് ചെയ്താലേ വരുള്ളൂ. സെറ്റിൽ അത് ക്രിയേറ്റ് ആണ്. കാരണം ഞാൻ കൂടുതലും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ല വർക്ക് ചെയ്തേക്കണേ. ഞാൻ അതെനിക്ക് നമ്മള് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സെറ്റിന്റെ വൈബ് അങ്ങനെയാണ്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഹൈറാർക്കി
പരിപാടി അതിനൊന്നും സമയമില്ല. നമുക്ക് ഉള്ളത് എല്ലാ പരിപാടികളും എല്ലാവരും ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് മൊത്തത്തിൽ. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് നമ്മുടെ ഒരു ഇതിൽ. ഒരു ഡയറക്ടർ സാറ് വരുന്നു, അങ്ങനെയില്ല. അപ്പൊ അവര് നമ്മൾ റിട്ടേൺ സ്ക്രിപ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ സമയം കൊണ്ട് ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ ഇവര് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഓപ്പൺ ആവും, അല്ലാതെ ഇങ്ങനെ മസിൽ ഇല്ല. അപ്പൊ ആ ഒരു ഇത് നമുക്ക് പിന്നെ ഇവരെ മോൾഡ് ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും. എനിക്ക് മടിയില്ല. ഇപ്പൊ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുറച്ചൊരു ഇതുണ്ടാവും അവരോട്. ഇപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞു എനിക്ക് അങ്ങനെ ഇത് ചെയ്ത് പറയാൻ എനിക്കൊരു മടിയുണ്ടാവും. എനിക്ക് ഇവരുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്കിപ്പോ 10 ടേക്ക് അങ്ങനെ അത്രയൊന്നും പോവാറൊന്നും ഇല്ലെങ്കിലും എനിക്കപ്പോ അത്രയും എനിക്ക് ഇവരോട് ഒരു മടുപ്പും ഇല്ലാണ്ട് ഇവരത് ചെയ്യാനും റെഡിയാണ്. അത് വേറെ ലെവൽ കംഫർട്ടാണ് ശരിക്കും ഈ യങ്സ്റ്റേഴ്സ് നമുക്ക് തരണത്. എന്ന് വെച്ചും മറ്റൊരു അങ്ങനെ അല്ലാന്നല്ല. അപ്പൊ ഞാൻ അവരുമായിട്ട് അധികം വർക്ക് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് അങ്ങനെ എനിക്ക് അത്രയും മിനിമലാവണോ, അത്രയും ഭയങ്കര സൊഫിസ്റ്റിക്കേഷൻ ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് സീരിയസ് ആയി പോകും. ആ സൊഫിസ്റ്റിക്കേഷൻ മാക്സിമം കുറച്ച് ഇവരെന്താണോ ചെയ്യുന്നത് അതിന്റെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, ആറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം വരുന്നത്. അല്ല, പക്ഷെ എങ്ങനെയാണ് മറ്റേ ഒരു എന്താ പറയാ, നമ്മൾ ഇപ്പൊ ഒരു ഹോസ്റ്റലിന്റെ സീനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വീട്ടില് സാധാരണ TV കാണുന്ന സീനാണെങ്കിലും ഇതൊക്കെ നമ്മളൊരു 1000 സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗിരീഷിന്റെ സിനിമയെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് അത് നമ്മുടെ വീട് പോലെ തോന്നിക്കണേ? അത് എനിക്കറിയില്ല. ഞാൻ കുറെ കൂടി അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അധികം ആരും ശ്രദ്ധിക്കാത്ത ഡീറ്റെയിലിംഗിൽ എനിക്ക് ഞാൻ ഭയങ്കര ഡീറ്റെയിലിംഗ് ഇതാണെന്ന് എക്സ്പെർട്ടാണെന്നല്ല ഞാൻ പറയണത്. എനിക്ക് ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കയറും, അത് ചിലപ്പോൾ വേറെ ആൾക്കാരുടെ മനസ്സിലോട്ട് കയറില്ലായിരിക്കും. അതായിരിക്കും നമ്മൾ ഈ സ്ക്രിപ്റ്റിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര സാധാരണമായ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. അത് മനസ്സിൽ ചിലപ്പോ എന്തിനാണ് ഞാൻ അതൊക്കെ ഓർത്തു വെക്കണേന്ന് എനിക്കറിയില്ല. ഒരാവശ്യമില്ലാത്ത കുറെ മെമ്മറീസ് ആണ്. അതിൽ ഒരു പ്രാധാന്യം ഉണ്ടാവില്ല ജീവിതത്തിൽ. എക്സാമ്പിൾ പറയാമോ? മറ്റേ ഇതിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന മറ്റേ മീനിന്റെ സീനാണ്. മറ്റേ മീനിന്റെ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് വെച്ചാ അതപ്പോ അവിടെ ആ പോസ്റ്റർ ഉണ്ടായതാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാ ഇപ്പൊ മറ്റേ ജെയ്സനെ തള്ളി ഉള്ളിലോട്ട് എന്തെന്ന് കാണിക്കണം, നീ ചത്തോനല്ലോ എന്ന് പറയില്ല ഇപ്പൊ ഇത്. അപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കാം. അപ്പൊ നമ്മള് ഇതൊക്കെ വിട്ടുകളയേണ്ട സംഭവമാണ്, പക്ഷെ നമുക്ക് ഇത് മനസ്സിലുണ്ടാവും. അങ്ങനെ ഇപ്പൊ എടുത്തു പറയാന്ന് വെച്ചാൽ കുറെ ആലോചിക്കേണ്ടി വരും. ഇപ്പൊ എന്തെങ്കിലും സാധാരണ ചില സംഭാഷണങ്ങളൊക്കെ നമ്മുടെ തലയിൽ സ്റ്റക്കായിട്ടുണ്ടാവും. അത് എടുത്ത് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നും. കാരണം ഇത് ഇതിങ്ങനെ സിനിമയിൽ പറയാറില്ല, യൂഷ്വലി പറയാറില്ല. പക്ഷെ അത് ഇവിടെ വന്നാൽ നൈസായിരിക്കും എന്ന് തോന്നിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കാറുണ്ട്. അല്ല, ഇതിപ്പോ ഞാൻ ബ്രോന്റെ 2 ഫിലിമിൽ കാണുമ്പോഴും അതിന്റെ ഒരു കോമഡി കുറച്ച് ഡിഫറെന്റ് ആണ്. സാധാരണ കണ്ണേനെക്കാട്ടും ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നണതാണ് ഇത്രയും പ്രാവശ്യം നമ്മൾ കണ്ടോണ്ടിരിക്കണേ. ഗിരീഷ് ഒരു റിയൽ ലൈഫില് ഒരു കാര്യം ഫണ്ണി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണോ? ബാക്കി എല്ലാവരും ചിരിക്കണ തമാശ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അതിനെക്കാട്ടൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഡിഫറെന്റ് ആണോന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ഫണ്ണിയായിട്ട് തോന്നാറുണ്ട്. എല്ലാം ഫണ്ണിയായിട്ട് തോന്നാറുണ്ട്. ചിലപ്പോ ആൾക്കാർ ചോദിക്കാറുണ്ട് നീ എന്തിനാ ഇത്ര ചിരിക്കണം, ഇതിനെന്തിനാണ് ചിരിക്കണേന്ന് തോന്നും. പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കും ചിരിക്കണത്. ഹോസ്പിറ്റലിലൊക്കെ പോയി അങ്ങനെയൊക്കെ അല്ല, മരണ വീട്ടിൽ പോയി കോമഡി പറയുന്ന അത്ര ഫണ്ണിയല്ല എങ്കിലും തോന്നാറുണ്ട്. അല്ല ഇല്ല അങ്ങനത്തെ ഇതുകളല്ല. ചിലപ്പോ അതേപോലെ തന്നെ എനിക്ക് ഡാർക്കാവാറുണ്ട്. ആൾക്കാർ ഫണ്ണായിട്ട് കാണുന്ന സാധനങ്ങൾ എനിക്ക് അത്ര ഫണ്ണായിട്ട് ചിലപ്പോ തോന്നാറില്ല. ചിലപ്പോ നമുക്കത് അങ്ങ് ഡാർക്ക് അടിച്ചു പോവാറുണ്ട്. അല്ല ഏത് കാര്യത്തിലും അങ്ങനെ ഒരു ഫണ്ണ് കണ്ടെത്താൻ എനിക്ക് പറ്റാറുണ്ട്. അത് ചെറിയ തമാശ പറഞ്ഞാൽ തന്നെ ഞാൻ അത് കിടന്ന് ചിരിച്ച് ആരെങ്കിലും ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെന്തെങ്കിലും ചെറിയ തമാശ അത് തന്നെ ഞാൻ പലയിടത്തും ചെന്ന് പറയും. അതേ ജോക്ക് തന്നെ. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിത് ഓരോരുത്തരോടും ചെന്ന് പറയും. ചിലപ്പോ അതൊന്നും ഏക്കില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ചിലപ്പോ ശരിയായിരിക്കാം. അത് എനിക്ക് ഈ പറഞ്ഞ പോലെ ചില പടങ്ങള് ചിലപ്പോ ഭയങ്കര ഫണ്ണി ആയിരിക്കും ചിലപ്പോ. അത്
അത് നമ്മൾ അല്ല അൺഇൻറ്റൻഷനലി ഫണ്ണി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശരിക്കും ഫണ്ണി ഫിലിംസ്. അത് ചിലവര് ഞാൻ ചില പടങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് ഭയങ്കര തല്ലിപ്പൊളി പടം എന്ന് പറയും. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ പറയാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം ഞാൻ അതിലെ കോമഡി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അപ്പൊ ഞാനിങ്ങനെ അധികം പ്രശ്നമില്ലാത്തൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇത് പിന്നെ ചില പടങ്ങളൊക്കെ നമ്മൾ പാട്ട് പോലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്ന ചില പടങ്ങളുണ്ട്. ശിവായിലകളാന്ന് പറഞ്ഞാൽ അതൊന്നും അധികം അത് അതിലെ പാട്ട് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റണ പടങ്ങള്. അപ്പൊ ഇത് അധികം പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നണില്ല. അത്ര പോപ്പുലർ ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു FB-ലോ അങ്ങനെ ഒന്ന് ചർച്ചക്ക് ഇടുന്ന പടങ്ങളല്ല ഇതുകളല്ല. അപ്പൊ പിന്നെ മൈ ഡിയർ മുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടൊക്കെ ചിരിച്ച് ചത്തിട്ടുണ്ട് മനുഷ്യൻ. അത്തരം ഫണ്ണി പടങ്ങളാണ് അതും. അതെ അല്ല അത് അപ്പൊ അവര് ഇതേത് പടം എന്നൊക്കെ ചിലപ്പോ അവര് കണ്ടിട്ടുണ്ടാവില്ല. മിക്കവാറും കണ്ടിട്ടുണ്ടാവും. അത് കണ്ടു മറന്ന ഒരു പടമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആക്കുന്ന ടൈപ്പ് പടങ്ങളാണ്. അല്ല അങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് എന്റെ ലൈഫിലത്തെ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് ഭാർഗവ ചരിതം. ഞാനത് ആരുടെ അടുത്ത് പറഞ്ഞാലും അവർക്ക് എന്നെ ഭയങ്കര പുച്ഛമാണ്. എനിക്കത് ശരിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഭയങ്കര അല്ല അങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഭാർഗവ ചരിതം പോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പടങ്ങളുണ്ടാവും. അപ്പൊ അത് നമുക്ക് വേറൊരാൾക്ക് ഇപ്പൊ നമ്മുടെ ഇതിൽ അഭിനയിച്ച പ്രേമലൂരിൽ അഭിനയിച്ച ശ്യാമോഹൻ ഇങ്ങനത്തെ അപ്പൊ ശ്യാമോഹന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് ശ്യാമോഹനും പല സിനിമകളും ഇതാണ്. പക്ഷെ നമുക്കിത് പബ്ലിക്കലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്തോ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കാണുന്നത് കൊണ്ട് നമ്മളങ്ങനെ പബ്ലിക്കലി അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. അത് മലയാളത്തിലാണ് സിനിമകള്. അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെ നമുക്ക് ആ കോമഡി നമുക്കേ മനസ്സിലായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അല്ല പക്ഷെ ഇത് എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യണേ? അതാണല്ലോ ബുദ്ധിമുട്ട്. എത്ര കംഫർട്ട് ലെവൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് മറ്റേ സീൻ ഞാൻ എല്ലാ മാസം ഒരിക്കലും അറ്റ്ലീസ്റ്റ് കാണുന്ന അത് മറ്റേ ക്രിക്കറ്റ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമ്പോ നിന്റെ മറ്റേ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? അംബിക. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് കളിക്കാനൊക്കെ പോകുമ്പോ നമ്മള് അപ്പൊ ഈ കളിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് കളിയെ പറ്റിയൊന്നായിരിക്കില്ല ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഐഡിയ. നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു ലാബ് എക്സ്പെരിമെന്റിന് നിൽക്കുമ്പോൾ നമ്മൾ ലാബിനെ കുറിച്ചായിരിക്കില്ല സോഡിയം ക്ലോറൈഡ് എന്നൊന്നും പറഞ്ഞിട്ടല്ല, ചിലപ്പോ വേറെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്ന ഐഡിയ എന്നാണ് ആ പരിപാടി വരുന്നത്. പിന്നെ അതിങ്ങനെ എഴുതി വരുമ്പോ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു വരുമ്പോ അത് ഇതായി പോകും. അത് എന്നിട്ട് പിന്നെ മഹാഭാരതം പോലെ നീണ്ടുപോകും. പിന്നെ അതിനൊരു ലക്കും ലഗാനും ഇല്ലാണ്ട് എവിടേക്കൊക്കെയോ പോകും. പിന്നെ അതിനെ ചെറുതാക്കി കൺട്രോൾ ചെയ്ത് അതിനൊരു എൻഡ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അതിന്റെ. അല്ല പക്ഷെ എങ്ങനെയാ മനസ്സിലാവണം? ഇത് എഴുതുമ്പോ തന്നെ ആദ്യം ഗിരീഷ് ചിരിച്ചാലേ ഇത് എഴുതുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്രക്ക് ചിരിക്കണം എന്നാലേ പേപ്പറിൽ നമുക്ക് അത് കൊള്ളാം എന്ന് നമുക്ക് ഒരു ഇതുണ്ടാവല്ലോ. പക്ഷെ ഇത് ആൾക്കാര് അതെടുക്കണമെന്നും നിർബന്ധമില്ല. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കൊള്ളാം എന്ന് തോന്നണമല്ലോ. ആ സമയത്ത് അതങ്ങനെ എഴുതി വെക്കും. ചിലതൊക്കെ പിന്നീട് വായിക്കുമ്പോ അയ്യോ ഇത് വേണ്ട എന്ന് തോന്നും, അങ്ങനെ കളയും. പിന്നെ അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോ വീണ്ടും അതിന്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഇതിനൊരു സാധനം കൊടുക്കാലോ എന്ന് തോന്നും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കയറ്റും അങ്ങനെ. അല്ല അപ്പൊ പക്ഷെ മറ്റേ ഇത് എഴുതി വെച്ചേക്കുന്നത് സെറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് നോക്കുമ്പോ ശരിയാണെന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും, അത്രേ ഉള്ളൂ. സെറ്റിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ വേണ്ടെന്ന് വെച്ചിട്ടുള്ള പരിപാടികൾ വളരെ കുറവാണ്. സെറ്റില് ഭൂരിഭാഗം സെറ്റില് 90% എഴുതി വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്യുക. അവിടെ വേറെ എന്തെങ്കിലും അഡീഷണൽ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ചില ലൈൻസ് മാറ്റിയിട്ട് ഇത് പറയണ്ട ഇതാക്കാം എന്ന് പറയും. പിന്നെ ചില ആക്ടേഴ്സിന്റെ കംഫർട്ട് ഉണ്ടാവും. ഇന്ന ലൈൻ പറയുമ്പോ അവർക്കൊരു സുഖം ഉണ്ടാവില്ല, അത് ഡെലിവർ ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അവര് ചോദിക്കും ഇത് ഇങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് അങ്ങനത്തെ മാറ്റങ്ങൾ. പിന്നെ ചിലപ്പോ നമുക്ക് ഇതുണ്ടാവും അങ്ങനെ തന്നെ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നുള്ളത് ഉണ്ടാവും. അത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ പറയിക്കും. ബാക്കി അവരുടെ ഒരു കംഫർട്ട് നോക്കും. പിന്നെ ബാക്കി ഭൂരിഭാഗവും നമ്മൾ എഴുതി വെച്ച സാധനങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യേണ്ടതാണ് എളുപ്പം. അല്ലാതെ അവിടെ ചെന്നിട്ട് നമുക്ക് വേറൊരു
ക്ലറിക്കൽ വർക്കുകൾ നടത്താനുള്ള ഇതിൽ അതല്ല സെറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇംപ്രൂവൈസേഷനെ അവിടെ സാധ്യതയുള്ളൂ. അതെ അതെ അതെ. എൻ്റെ ഒരു സീൻ ഒരു സെറ്റിൽ വെച്ച് ഉണ്ടാവില്ല. പക്ഷെ റിലാക്സ്ഡ് ആണ് സെറ്റ് ബേസിക്കലി. റിലാക്സ്ഡ് ആണ്. അത് മറ്റേ ക്രൗഡ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും റിലാക്സ്ഡ് ആയിട്ട്. ക്രൗഡ് ഉണ്ടെങ്കിൽ കുറച്ച് ടെൻഷൻ, ഞാൻ കുറച്ച് ടെൻസ്ഡ് ആവും. അത് പിന്നെ അവര് മാനേജ് ചെയ്തോളും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൺട്രോൾഡ് സ്പേസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് അതെത്ര ടേക്ക് പോണ സീനാണെങ്കിലും നമ്മൾ അതിലൊരു എൻജോയ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അവർക്കും അങ്ങനത്തെ ഒരു ഇതുണ്ടാവാറില്ല. ആക്ടേഴ്സിനും അങ്ങനത്തെ ഒരു കഴിഞ്ഞാ മതി എന്തോരം ചെയ്തു എന്നുള്ളൊരു ഇതുണ്ടാവാറില്ല സാധാരണ. ഇതിപ്പോ നമ്മൾ ചില ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു വർക്ക്സ് കാണുമ്പോണ്ടല്ലോ, ഫസ്റ്റ് ഫിലിം ശരി നമ്മൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഫിലിം കാണുമ്പോൾ അതും നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു കണക്ഷൻ നമുക്കൊട്ടും തോന്നാറില്ല. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ഫിലിംസ്, രണ്ട് ഡയറക്ടേഴ്സ് ഷൂട്ട് ചെയ്ത പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഗിരീഷിന്റെ ടോട്ടലി ഡിഫറെന്റ് ഫിലിംസ് ആണെങ്കിലും നമുക്കിപ്പോൾ തന്നെ ഗിരീഷിന്റെ സ്റ്റൈല്, അല്ലെ, ഇതാണ് ഗിരീഷിന്റെ സ്റ്റൈൽ, അല്ലെങ്കിൽ ഗിരീഷിന്റെ ഒരു ഇപ്പൊ പ്രേമലുവിന്റെ ട്രെയിലർ കാണുമ്പോഴും നമുക്ക് ഓക്കെ ഒരു ഇത് മനസ്സിലായി, ഒരു ടോണും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇതൊരു രണ്ടാമത്തെ സിനിമയൊക്കെ ആവുമ്പോഴല്ലേ ഗിരീഷിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ ഇതാണല്ലോ എൻ്റെ ഒരു, അല്ലെ, അത് ഏകദേശം എപ്പോഴാണ് മനസ്സിലായത്? പിന്നെ അത് ബ്രേക്ക് ചെയ്യണമെന്ന് ഒരു പ്രഷർ വരാറുണ്ടോ? അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പ്രഷർ വരാറുണ്ട്. അത് പ്രഷർ വരാറുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ടേസ്റ്റിൽ ഭയങ്കര സുപ്പീരിയർ ആണെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അങ്ങനെ പറയാറ്. അവരുടെ ടേസ്റ്റ് സുപ്പീരിയർ ആണ്. അവര് നമ്മളെക്കാളും സിനിമ ടേസ്റ്റിൽ കുറച്ച് സുപ്പീരിയർ ആണെന്ന് കരുതുന്ന ചില ആൾക്കാർ ആണ്. അത് ഇവര് ഇതിന്റെ കോമൺ എലമെന്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ പടം വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല, അവർക്ക് അറിയാൻ പറ്റുമെന്നും എനിക്ക് തോന്നണില്ല. അപ്പൊ അവര് ഇതിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മ്യൂസിക് അറിയാം, കുറച്ച് മ്യൂസിക് ആയിട്ടുണ്ട്, അപ്പൊ ഇവർക്ക് 2 റോക്ക് സോങ്സ് കേൾപ്പിച്ചു കൊടുക്കാം. ഒരു ആർട്ടിസ്റ്റിന്റെ തന്നെ 2 സോങ്സ് കേൾപ്പിച്ചു കൊടുത്ത് ഇവർ പറയും ഇത് 2 ഒരേ പാട്ടാണെന്ന് പറയും. ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല, ഇത് 2 സോങ് ആണ് എന്ന് പറയുന്ന പോലെ ഒരിക്കലും ഒരു റോക്ക് ആർട്ടിസ്റ്റോ ഒരു ബാൻഡിനോടോ ബ്രേക്ക് ചെയ്യാൻ പറയാറില്ല ഒരാളും. ഇല്ല, ശരിയാണ്. കാരണം ഇവരുടെ പ്രേക്ഷകർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റൈൽ അറിയാം, ഇവർ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അത് അവിടെ നടക്കുക. അവർക്ക് അത് ബ്രേക്ക് ചെയ്യലല്ല, അവർക്ക് എന്താണ് വരുന്നത് അത് ചെയ്യാണ് അവർ ചെയ്യുന്നത്. എനിക്കറിയില്ല അവർക്ക് അങ്ങനത്തെ പ്രഷർ ഉണ്ടോ എന്ന് അറിയില്ല, എനിക്ക് തോന്നണം അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ പടം ആകുമ്പോഴാണ് നമ്മൾ തന്നെ മനസ്സിലാവണത് ഓക്കെ ഇത് ഒരു പാറ്റേൺ. എനിക്ക് പേടി എനിക്കൊരു സിഗ്നേച്ചർ ഉണ്ടോ എന്നുള്ളതായിരുന്നു, ഉണ്ടാക്കാൻ പറ്റുമോ. അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നണത്. ഒരു സിഗ്നേച്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ അതെ ഇപ്പൊ നിങ്ങൾ മൂന്നാമത്തെ പടത്തിന്റെ ട്രെയിലർ കാണുമ്പോ ഇന്നാളുടെ പടമാണെന്ന് പറയാ, മനസ്സിലാവാ, അതെ അതെ എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പലരും എൻ്റെ അടുത്ത് അതൊരു മോശം കാര്യമാണ്, എന്തോ ഇപ്പൊ കോമഡി സിനിമ എന്തോ ലോ ആർട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തണ്ണീർമത്തം കഴിഞ്ഞപ്പോ തുടങ്ങി അങ്ങനത്തെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് എന്താണ് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണത്, അത്രമാത്രം എക്സ്പെക്ട് ചെയ്യാനുള്ളൊരു, അത് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണോ അതോ ഞാൻ ഐ ആം ബെറ്റർ ദാൻ യു എന്ന് പറയാൻ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എക്സ്പെക്ടേഷൻ എന്തായാലും വെച്ചിട്ടുണ്ടാവില്ല എൻ്റെ ഇത് തന്നെ വാല്യൂ ചെയ്യുന്നു. അതായത് ഞാൻ നിന്റെ വർക്കിലൊന്നും അത്ര ഇംപ്രസ്ഡ് അല്ല, വിജയിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അത്ര ഇംപ്രസ്ഡ് ഒന്നുമല്ല, നിനക്ക് വേണമെങ്കിൽ എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേറൊരു വർക്ക് എടുക്കാം എന്നുള്ളൊരു ഇതിലൊക്കെ സംസാരിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്ത് സംഭവം ഇങ്ങനെ പറയണേ എന്ന്. അത് ഇപ്പൊ ബ്രോ പറയണ പോലെ ഇപ്പൊ അത് എങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതിങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഈ ന്യൂആൻസസ് ഒക്കെ എങ്ങനെ കൊണ്ടുവരണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ അതോ അവർക്ക് അത് മനസ്സിലായിട്ടോ അത് ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല, പക്ഷെ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുമ്പോ ഗിരീഷിന് എന്താ തോന്നാറ്? അവരെ കാണിക്കാൻ വേണ്ടി, അവരെ പ്രൂവ് അല്ല, എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയിരുന്നില്ല. അത് പിന്നെ അത് കോൺസ്റ്റന്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഈ പറഞ്ഞില്ലേ, ഇവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്ക് ഇവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളതോ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള. ഇപ്പൊ ഞാൻ പറയാനുള്ള ഞാൻ ഇതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അത് ഞാനും കൺഫ്യൂസ്ഡ് ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ കുറെ പേര് പറയണ ഇപ്പൊ വലിയ സിനിമകളൊക്കെ പറഞ്ഞിട്ട്
അപ്പൊ നമ്മളത് കാണാൻ ശ്രമിക്കും. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ അത് കൈസ്ലവ്സ്കി എന്നൊക്കെ പറഞ്ഞോണ്ടാ. അപ്പൊ നമുക്ക് അത് വർക്കാവുണ്ടാവില്ല. ചിലത് വർക്കാവും, ചിലത് വർക്കാവുണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ പ്രശ്നമായിട്ടാണ്. അങ്ങനെ ഒന്നും ഇല്ല. നമ്മളങ്ങനെ നമ്മളെ അങ്ങനെ താഴ്ത്തി കെട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത്രേ ഉള്ളൂ അത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ടേസ്റ്റ് എന്താണ്, ഞാൻ കാണേണ്ട പടങ്ങൾ എന്താണ്. ഞാൻ എല്ലാ തരത്തിലുള്ള പടങ്ങളും കാണും, ഇടിപ്പടം കാണും. പക്ഷെ അതിൽ ഇടിപ്പടം തന്നെ എനിക്കിഷ്ടമുള്ള ഇടിപ്പടങ്ങളുണ്ടാവും, എനിക്കിഷ്ടമുള്ള സൈഫൈ മൂവീസ് ഉണ്ടാവും. ഇല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സോണിൽ നിൽക്കുന്ന എല്ലാത്തരം മൂവീസും നമ്മൾ കാണുമല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് അങ്ങനത്തെ ഒരു, ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇതില്ലാത്ത പോലെ, ഒരു ക്ലാരിറ്റി, അവരുടെ ടേസ്റ്റിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തായാലും അവര് സുപ്പീരിയർ ആണെന്നും അവർ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജനറൽ ഓഡിയൻസ് അല്ല, അത് നമ്മളെ അറിയുന്ന, പേഴ്സണലി അറിയുന്ന ആൾക്കാരും ഓക്കെയാണ്. അവർക്ക് രണ്ടു വാക്ക് നല്ലത് പറഞ്ഞാൽ മതി, ഓക്കെ നീ ചെയ്തല്ലോ എന്തായാലും. ഇവൻ ഒരു ബാഡ് സിനിമ എടുക്കണത് തന്നെ ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ. ശരി, ഞാൻ സിനിമ ഉണ്ടാക്ക് എന്ന് പറയൂല. അല്ല, നമ്മള് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുടെ അടുത്ത് പറയുമ്പോ പറയണ പോലെ നീ ആദ്യം ഒരു പൊട്ട സിനിമ ഉണ്ടാക്കുക, എന്നിട്ട് നല്ലതിനെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞ പോലെ എന്റെ അടുത്ത് കൂട്ടുകാർ പറയാറുണ്ട് എന്ന് പറയണ പോലെ. അപ്പൊ അത് ചെയ്യണത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ ചെയ്തത് ഞാൻ അയ്യോ ഇതൊക്കെ നിസാരം ഒന്നല്ല ഞാൻ കാണുന്നത്. അപ്പൊ അത് അവർക്കത് കിട്ടണില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ കൊള്ളാം, നീ പിള്ളേരൊക്കെ വെച്ചിട്ട് ചെയ്തല്ല, അത് നന്നായിട്ടുണ്ടെന്ന് ഒരു വാക്ക് പറയണതിന് പകരം ഞാൻ എന്നെ ബ്രേക്ക് ചെയ്യണം. ഞാൻ 100 സിനിമയൊന്നും ചെയ്തിട്ടില്ല, ആകെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. എന്നെ ബ്രേക്ക് ചെയ്യണം, അത് ബ്രേക്ക് ചെയ്യേണ്ടത് കേരളത്തിന്റെ ആവശ്യമൊന്നല്ല. അത് ഞാൻ അങ്ങനത്തെ ഒരു ലീഗിൽ പെട്ട സംവിധായകനല്ല. കാരണം എൻ്റെ ഒരു പേര് കണ്ടുകൊണ്ട് മാത്രം ആൾക്കാർ ഇടിച്ചു കയറുന്ന ഒരു സംവിധാനം അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഞാൻ ആകെ 2 പടമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായം വന്നാൽ മാത്രമേ ആൾക്കാർ കയറുള്ളൂ എൻ്റെ പടത്തിന്. അപ്പോൾ എൻ്റെ പേരല്ല, ആ പടത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം ആൾക്കാരെ കയറ്റുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് വേണ്ട ബ്രേക്ക് ചെയ്യാൻ എന്നുള്ളൊരു എന്തെങ്കിലും ആയിട്ട് വേണ്ടേ നമ്മളത് ബ്രേക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു രീതിയിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. അത് അവർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അല്ല, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് കേൾക്കണ്ട. നമുക്കൊരു സ്റ്റൈലുണ്ട്, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടൊരു സുഖം ഉണ്ടോ വർക്ക് ചെയ്യുമ്പോ? പക്ഷെ ആ സ്റ്റൈല് അതൊരു അംഗീകരിക്കപ്പെട്ട സ്റ്റൈലല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് എന്തോ ഈ പറഞ്ഞ പോലത്തെ അതിനെന്തോ ഒരു ലോ ആർട്ട് ചൊവ കിടപ്പുണ്ട്. അത് തമാശ പറയുന്നതും ഒക്കെ ഒരു കുറച്ചൊരു ആർട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ പറയുന്ന ചില പടങ്ങൾ നമുക്ക് ഉച്ചരിക്കാം, അതും പറയാൻ നമുക്ക് പേടിയാണ്, ഇടിയിട്ടുമല്ല. അപ്പൊ അത് ഭയങ്കര അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെയും അങ്ങനെ ഇതെന്റെ സ്റ്റൈലാണ്, ഇതിലേ ഞാൻ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, അങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു സാധനം ചെയ്യാന്നുള്ളതാണല്ലോ. ഓക്കെ കൊള്ളാം എന്ന് തോന്നണ്ടേ, അല്ലാതെ ഇത് കൊള്ളൂല്ല പക്ഷെ മറ്റവന്മാരുടെ വായടപ്പിക്കാൻ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ മോശമായി പോകുന്നേ. ഗുണമില്ല, ആർക്കും ഗുണമില്ല. ഇവര് തന്നെ വന്നിരുന്ന് പോവും. അല്ല, പക്ഷെ എന്താ പറയാ, എഴുതുമ്പോ ഇപ്പൊ നമുക്ക് ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മൾ എഴുതുമ്പോ നമ്മളെ തന്നെ കാണുന്നത് ഒരു കോമഡി റൈറ്റർ ആയിട്ടാണെന്ന് വിചാരിച്ചോ. ആൾക്കാർ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യണതും നമുക്ക് അടുത്ത സിനിമ കിട്ടണതും ചിലപ്പോ ആൾക്കാർ ഇയാളുടെ കോമഡി അടിപൊളിയാണ് വിചാരിച്ചോണ്ടായിരിക്കും. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു 4ാമതൊരു സിനിമ അല്ലെങ്കിൽ 5ാമതൊരു സിനിമ എഴുതുമ്പോൾ ഭയങ്കര മെലോഡ്രാമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീൻ എഴുതുമ്പോൾ എന്നെ കൊണ്ട് ഇത് വരുമോ എന്നുള്ളൊരു ചിന്ത വരുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരുമോ? ഇല്ല, അത് വരാറില്ല. ഇല്ല നമുക്കിപ്പോ അത് നമ്മളെങ്ങനെ ആ സാധനത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇരിക്കണത്. ഞാൻ ആ ഒരു ഇൻഫ്ലുവൻസിനെ ഇല്ല, ഞാനത് കോമഡി ആയിട്ടാണല്ലോ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സാധനത്തിൽ എനിക്ക് അങ്ങനെ വരാറില്ല. എനിക്കത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമോ,
എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയാം. എന്നെ കൊണ്ട് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അത് നമുക്കൊരു പടം കാണുമ്പോൾ ഓ ഇതൊന്നും നമുക്ക് നടപടിയാവില്ല എന്ന് നമുക്ക് തോന്നുന്നല്ല. അല്ലാണ്ടുള്ള അതെന്താണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു സീനാണോ? ഡിപ്രസിംഗ് ആയിട്ടുള്ള സീനൊക്കെ എനിക്ക് പറ്റുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഈക്വലി ഡിപ്രസിംഗ് മൂവീസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ പറഞ്ഞ പോലത്തെ കുറച്ച് എപ്പിക് ഇതുകളൊക്കെ ബാഹുബലിയൊക്കെ പോലത്തെ എനിക്ക് അറിയില്ല എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഇത്. ചിലപ്പോൾ എനിക്ക് എഴുതാനൊക്കെ പറ്റിയായിരിക്കും, പക്ഷെ അതെങ്ങനെയാണ് അത് ചെയ്യാൻ എടുത്തു വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ഇപ്പോ എനിക്കത് അറിയില്ല. എനിക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇപ്പൊ ഈ ഗിരീഷ് തന്നെ ഇപ്പൊ ഈ 2 സിനിമയും എന്താ പറയാ ഈ സൂപ്പർ ശരണ്യയും തണ്ണീർമത്തനും ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത സിനിമ കാണാൻ പറയുമ്പോഴൊക്കെ കഥയായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള 2 സിനിമകളാണ്. ഇപ്പൊ നമ്മൾ എന്ന് പറയില്ലേ, ഇപ്പൊ ഹെലന്റെ കഥ പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഫ്രീസറിനകത്ത് സ്റ്റക്കായിട്ട് എസ്കേപ്പ് ചെയ്യണ കഥ, അത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും, അത് കാണാനല്ലോ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഈ സൂപ്പർ ശരണ്യം തണ്ണീർമത്തനും എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണേ അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ബ്രോ ഇത് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യണത്? ആ സിനിമ ഡിസ്ക്രൈബ് ചെയ്യണത് വലിയൊരു പ്രോസസ്സാണ്. ഞാൻ A to Z സീൻ ബൈ സീൻ വിത്ത് ഡയലോഗ്സ് ഞാൻ പറയാണ് ചെയ്യുക. അവിടെ ഇരുന്ന് അവർ പറയുന്ന അതേ ടോണിൽ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കല്ല, ഞാനിങ്ങനെ പറയും. ഞാൻ വളരെ ഡെഡായിട്ടാണ് പറയണത്. ആ ഡെഡായിട്ട് പറയണത് തന്നെയാണ് അതിന്റെ എഫക്റ്റീവ് വേ എന്നും എനിക്ക് മനസ്സിലായത്. ആ ഡെഡായിട്ട് പറയുമ്പോഴാണ് അതിലെ കോമഡി ഉള്ളൂ. ഞാൻ അഭിനയിച്ച് പറയല്ല ഞാൻ പറയുന്നത്. വളരെ ഡെഡായിട്ട് ഫുള്ള് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒറ്റടിക്ക് ഇരുന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് അങ്ങനെ ചെയ്താലേ അത് അവർക്ക് എന്തെങ്കിലും അത് ഓക്കെ വർക്ക് ആവുള്ളൂ. അല്ലാതെ വൺ ലൈൻ പറയാൻ പറഞ്ഞ എനിക്ക് അല്ല. പക്ഷെ എനിക്ക് ബ്രോനെ പോലെ അത്രയും സിഗ്നേച്ചർ ഉള്ള ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത്, നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് ഫിലിം തന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ടാലന്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും മനസ്സിലായി, ഇതാണ് എടുക്കണ്ടേ, ഇതാണ് ഇങ്ങനെ ആയിരിക്കും അവസാനം സിനിമ ഉണ്ടാവുക. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് വെറുതെ സാധാരണ പ്രൊഡ്യൂസേഴ്സിന് പറ്റില്ലായിരിക്കും, ചിലപ്പോ പറ്റില്ലായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നണ എനിക്ക് അതന്ന് ആൾക്കാർ ആരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. അത് കേട്ടിട്ട് അവർക്ക് ഇത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അവർക്ക് എന്റെ പ്രോഡക്റ്റ് കാണാതെ തന്നെ ഇത് എഴുതി വെച്ച സാധനത്തിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് അവർക്ക്. പിന്നെ ചിലവർക്ക് തീരെ കിട്ടിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. സിനിമ കണ്ടിട്ടാണ് അവർക്ക് മനസ്സിലാക്കുന്നത്. ചിലർ ഇപ്പൊ നമ്മുടെ കൂട്ടുകാര് ചിലവർക്കൊക്കെ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുമ്പോ ഇവർക്ക് ഇത് എന്താണ് ഈ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഫ്രണ്ട്സ് ആണ് അല്ല, അവര് ജെന്യുവൻ ആയിട്ട് പറയണ ഇത് എന്റെ ഫ്രണ്ട്സ് അല്ല, ജസ്റ്റ് അറിയാവുന്ന ആൾക്കാർ. ഈ ഫ്രണ്ട്സിന് ഇപ്പൊ നമ്മുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം, നമ്മളെ അടുത്ത് പറയാം. നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വന്നിട്ട്. നമ്മളും അങ്ങോട്ട് അങ്ങനെ പറയില്ലല്ലോ. ഇപ്പൊ നമുക്ക് അത്രയും ഇപ്പൊ ബ്രോ എനിക്ക് അധികം പരിചയമില്ല. അപ്പൊ ബ്രോ ഒരു വർക്ക് ചെയ്തു, ബ്രോയുടെ വർക്കിന് ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് ഞാൻ ബ്രോ എന്നോട് ഇങ്ങനെ ചോദിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് പറയുന്നത് ഭയങ്കര അലമ്പായിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അതിനെത്ര വിയോജിപ്പുണ്ടെങ്കിലും അതിനോട്. അപ്പൊ ഞാൻ പറഞ്ഞത് അവരല്ല, നമ്മുടെ ശരിക്കും ഫ്രണ്ട്സ്. അവർക്കാണല്ലോ നമ്മള് സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഇത് എന്താണ് ജഡ്ജ് ചെയ്യാൻ പറ്റണില്ല. കുറെ പേർക്ക് ഇത് സിനിമയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർ ജഡ്ജ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ പോലെ. ചില പ്രൊഡ്യൂസേഴ്സിന് ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവർക്ക് ബഡ്ജറ്റ് ഇത് അവർക്ക് മെയിൻ പ്രശ്നം സ്റ്റാറുകൾ ഇല്ലാത്തതും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളായിരുന്നു അവരുടെ. അപ്പൊ അത് അങ്ങനെ പോസിറ്റീവാണ് കിട്ടിയിരുന്നത് നമ്മൾ കഥ പറയുമ്പോഴൊക്കെ. പക്ഷെ ഇത് നടക്കുന്നില്ല ഈ പടം. അത് നടക്കാൻ അവർക്കാണിത് ഇതിന്റെ ഒരു ബിസിനസ്. ഇത് മറ്റേതെന്ന് പറഞ്ഞാൽ എടുക്കാം, പക്ഷെ എടുത്തിട്ട് സ്റ്റാർ ഉണ്ടെങ്കിലും എടുക്കാം എന്നുള്ളൊരു ഇതിലാണ്. മോശം എന്ന് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് എപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നു വെച്ചാൽ, ഇത് ഈ 2 സിനിമയും കാണുമ്പോണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് കാര്യങ്ങൾ, പക്ഷെ അതിനൊരു ആ സിനിമയ്ക്കകത്ത് എല്ലാവരും അത്ര സീരിയസ്നെസ് ഇതിന് കൊടുത്തിട്ടുള്ളൂ, എന്ത് വലിയ പ്രശ്നമാണെങ്കിലും. അതുപോലെയൊക്കെ തന്നെയാണോ ഗിരീഷ് ലൈഫ് കാണുന്നത്? ഞാൻ കുറച്ച്
കുറച്ചൊരു എനിക്ക് അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓവർ റൊമാൻറ്റിസൈസ് ഒരു കാര്യത്തിനെയും സിനിമയിലായി ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് റിയൽ ലൈഫിലും അങ്ങനെയാണോ? റിയൽ ലൈഫിലും ഞാനിപ്പോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. ഞാൻ ആലോചിക്കാറില്ല. ഞാനിപ്പോഴും വിചാരിക്കണം, ആക്ച്വലി കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആ കഷ്ടപ്പാടിനെ എല്ലാവരും ആ സമയത്ത് തന്നെ കഷ്ടപ്പെടുന്ന ഈക്വലി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരും ഒക്കെ വന്നേക്കുന്നത്. എൻ്റെ കഷ്ടപ്പാടിനെ ഇത്ര മഹത്വം നമുക്ക് തോന്നൂല അങ്ങനെ. കാരണം ഇപ്പുറത്ത് എൻ്റെ കൂട്ടുകാരൻ അതിനേക്കാളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ചെന്നു ഇങ്ങനെ ചെന്നു എന്നൊന്നും പറയാം, അതൊന്നും ആരെയും കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ആർക്ക് കേൾക്കണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്ത് സംഭവമായാലും അതിനിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആയാലും എനിക്കതിനെ അങ്ങോട്ട് എന്താ പറയാ, അതങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയും ഒരു ഇപ്പൊ നമ്മൾ പടത്തില് അതൊക്കെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ ഫ്രണ്ട്സ് ആടാ, നമ്മൾ അങ്ങനെ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കലും പരിപാടികളൊന്നും ഇല്ല. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് അവര് ആ ഒരു ഇത്. പിന്നെ ഇപ്പൊ മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു, അതൊക്കെ മാനസികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഈ ഷോ ഓഫിന്റെ ആവശ്യം ഒന്നും വരാറില്ലല്ലോ. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിതം. പണ്ട് തൊട്ട് എങ്ങനെയായിരുന്നു ഈ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു സർക്കിൾ ആയിരുന്നു. നമുക്ക് നോക്കി ഉള്ളില് ചിരിക്കാനേ പറ്റുള്ളൂ, പുറത്ത് ചിരിച്ചു കഴിഞ്ഞാൽ ഇടിയുള്ളൂ. നമ്മളൊരു ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഫാമിലീസ് വരുന്ന ആൾക്കാർ. ഞാനൊരു മലയാളം മീഡിയം സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോ സിനിമയൊക്കെ കാണുമ്പോൾ ഒരു കോളേജ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളിയാണെന്നാണല്ലോ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല കോളേജിൽ പോയിട്ടുള്ളത്. എനിക്ക് ആ സമയം കോളേജിൽ പോകാനുള്ള സമയമൊക്കെ ആയപ്പോഴേക്കും മനസ്സിലായി അങ്ങനെ നല്ല സിനിമ കാണുന്നതല്ലാതെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കോളേജിലെത്തുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലത്തെ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, പല നാട്ടുകാരുണ്ടാവും, പല അപ്പൊ നമുക്ക് ഇങ്ങനെ ആൾക്കാരുടെ ഇതുകള് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഷോ കാണിക്കുന്ന ആൾക്കാര്, ഷോ അല്ലാത്ത ആൾക്കാര് ഒരു തരത്തിലും. ഇപ്പൊ ഞാനൊക്കെ അവിടെ പഠിച്ചിരുന്നോന്ന് പോലും ആരെങ്കിലും എനിക്കറിയില്ല. സിനിമ വന്നു കഴിഞ്ഞപ്പോ ഓർക്കുന്നുണ്ടാവും. അല്ലാതെ ഞാനൊക്കെ അവിടുത്തെ റെക്കോർഡ്സിൽ അങ്ങനെയൊക്കെ പോയിരുന്ന ഒരു ആൾക്കാരായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പോലെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോ അതുമല്ലാത്ത അതിന്റെ ഒരു വേറൊരു എക്സ്ട്രീം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് അവരുടെ പറയാൻ പറ്റില്ല, നടക്കരുത്. അല്ല, പക്ഷെ റിയൽ ലൈഫിൽ നിന്ന് എടുത്തൊരു സീൻ എനിക്കൊരു പറഞ്ഞുതരാൻ പറ്റേ? ശരിക്കും സ്കൂളിൽ സംഭവിച്ച അല്ലെങ്കിൽ കോളേജ് സംഭവിച്ച ഒരു കാര്യം അതേപോലെ സീനായിട്ട് എടുത്തേക്കണ ഏതെങ്കിലും സീൻ ഉണ്ടോ? ഏത് സീനായിരിക്കും അത്? അത് തണ്ണീർമത്തനിലെ ഒരു സാധനമുണ്ട്. അത് ഇവന് റിജക്ഷൻ കിട്ടിട്ട് ഇവള് നോ പറഞ്ഞിട്ട് ഇവര് പോയി. അപ്പൊ നമ്മള് സാധാരണ സിനിമ കണ്ടേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു ഇവൻ പോകുന്നു, അല്ലെങ്കിൽ ഒന്ന് ഗിറ്റാർ എടുത്ത് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രസിങ് സോങ് നിൽക്കുന്നു. നോക്കുമ്പോ ഇവിടെ വിരുന്നാര് വന്നേക്കാണ്, കിടക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇവന് പായ വെച്ചിട്ട് കൊടുത്തേക്കാണ്. അമ്മ ക്രിക്കറ്റ് കളി നടക്കണ്, ചേട്ടൻ ക്രിക്കറ്റ് കളി കണ്ടു കൊടുക്കണ്, ചേട്ടൻ 6 എന്നൊക്കെ പറഞ്ഞ്. അല്ല, ഏകദേശം സമാനമായിട്ടുള്ള എന്ന് വെച്ചാൽ റിജക്ഷൻ്റെ ഇതല്ല. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ സിനിമ ശൈലിയിൽ സിനിമ ഹീറോ ഒക്കെ പോലെ വീട്ടില് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മളവിടെ ഇരുന്ന് കടൽ തീരത്തൊക്കെ പോയിരുന്ന് ഒന്ന് ഡിപ്രഷൻ അടിക്കാൻ പോകുമ്പോ വീട്ടില് വിരുന്നാര് വന്നിട്ട് സ്ഥലമില്ല, അമ്മ പായം കൊണ്ടെടുത്തിട്ട് ചായപ്പില് പോയി കിടന്നോളാൻ പറയുന്ന അവസ്ഥയും അവിടെ കിടന്ന് കരയണതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ല. നമ്മളിപ്പോ നമുക്കൊരു തരത്തിലുള്ളൊരു ഈ പറയുന്ന ഹീറോ ഇതുമല്ല നമ്മുടെ ലൈഫിലുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അബദ്ധങ്ങളിലോട്ടാണ് പോവുക എന്ന് പറയുന്ന പോലെ. ആ സീനൊക്കെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു അതുപോലെ ഫോൺ മേടിച്ചിട്ട് ചേട്ടന്റെ ഫോണിൽ നിന്നാണ് ഒളിച്ചു വിളിക്കണത്. ചേട്ടൻ വന്നിട്ട് ഇനി മേലെ ഫോണിൽ തൊട്ട് തലടിച്ച് എന്ന് പറയണ. ഇവനാണെങ്കിൽ അവിടെ നിന്ന് നോയും കിട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു
ഇതുണ്ടല്ലോ അങ്ങനെ അതൊക്കെ നമ്മൾ ലൈഫിൽ നിന്ന് എടുക്കുന്നതാണ് അങ്ങനത്തെ. പ്രേമലൂലും ഉണ്ടോ? കാരണം ഇത് കുറച്ചും കൂടെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ, കുറച്ചും കൂടെ വേറെ സ്ഥലത്ത് വേറെ ജോലിയൊക്കെ ചെയ്യണേ, നമുക്ക് കാണാത്തൊരു ലൈഫിനെ പറ്റിയുള്ള ക്യാരക്ടേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സീൻസ് ഉണ്ടാക്കാൻ. അല്ല പ്രേമലൂലും അങ്ങനത്തെ ഉണ്ട്. ഈ കോളേജ് ഭയങ്കര സിനിമയിൽ കണ്ട അങ്ങനത്തെ ഡയലോഗ് ഉണ്ടല്ലോ. ഇത് ഉണ്ട്. അത് പിന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല. അത് കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഹീറോ ഇതുകൾ ഇപ്പൊ അതിന്റെ വേറൊരു വെർഷനാണ് ഇപ്പൊ സൂപ്പർ ശരണ്യയില് ശരണ്യ എന്ന് പറയുന്നത്. അവള് ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേളാണ്, പഠിക്കും. പക്ഷെ അപ്പൊ അവളെ വേണമെങ്കിൽ അവളെ പ്രസന്റ് ചെയ്യണത് മുടി വാരപ്പിച്ച് അങ്ങനെ പ്രസന്റ് ചെയ്യാം. അതെങ്കിൽ ലോക തോൽവിയാണ് അവള് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം. അവള് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെണ്ണാണ്, പറയാക്കും എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളിക്കാരി ലൈഫില് ഭയങ്കര ലൂസർ ഗേൾ എങ്ങനെയായിരിക്കും എന്നുള്ള എന്റെ ഒരു ഇതായിരുന്നു. അത് നമ്മുടെയൊക്കെ തന്നെ മറ്റതല്ല, കാണാൻ ഭയങ്കര ഭംഗി അതല്ല, അതൊക്കെ ഒഴിച്ചിട്ട് ബാക്കി ലൂസർ നമ്മുടെ ക്യാരക്ടറിനെയൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ്. അല്ല പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്ന ഈ ഹിന്ദി സിനിമ നോക്കിയാലും ഏത് ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് ആ സിനിമയുടെ ജോണർ തന്നെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലെങ്കിൽ ബ്രോ പറഞ്ഞ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടായിരിക്കും ആ സിനിമയുടെ ലോജിക്ക് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്ര വലിയ സംഭവമായിട്ട് എടുത്ത ഒരു ഫിലിമിലും ഈ സൂപ്പർ ഷാനിലുള്ള പോലത്തെ ഹോസ്റ്റൽ സീൻസ് കാഷ്വൽ ആയിട്ടുള്ള ഈ വാക്സിൻ ചെയ്തോണ്ടിരിക്കുമ്പോഴുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലുപിടിയും അല്ലെങ്കിൽ ഭക്ഷണം മറ്റേ ചിപ്സ് കഴിക്കുന്ന കാര്യങ്ങളും അതെങ്ങനെയാണ് ഇത്ര എനിക്കറിയാം. ഞാൻ ഈ ഫോർമാലിറ്റി വിടാൻ പറയാറുണ്ട്. നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഫോർമാലിറ്റി വരുമ്പോഴാണ് ഈ പരിപാടി വരുന്നത്. നമ്മൾ ഫ്രണ്ട്സ് അല്ലടാ ആ പരിപാടി, അത് ഫോർമാലിറ്റി ആണത്. ആ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോ എന്ത് ഫോർമാലിറ്റി, തെറി ബഹളമായിരിക്കുമല്ലോ. കൂട്ടുകാരനെ ആയിരിക്കും അമ്പയറിനെ ഓടിച്ചിട്ടിരിക്കുക. അങ്ങനത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നമ്മുടെ നാട്ടിലും സ്കൂളിലൊക്കെ കണ്ടിട്ടുള്ള പിള്ളേര് സെറ്റും നമ്മൾ പോയിട്ടുള്ള കടകളും നമ്മൾ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളും ഒക്കെ റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ സത്യമായിട്ട് നമ്മള് ജീവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് നമ്മൾ അവിടെയൊക്കെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഐ എം ലീവിങ് എന്ന് പറയൂല എന്നുള്ള ആ ഒരു സാധനം കിട്ടിയിട്ടുള്ള ഇതുകളാണ്. അത് എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഫോർമാലിറ്റി ഒന്നുമില്ല. എന്ത് ഫോർമാലിറ്റി? അപ്പൊ ആ ഫോർമാലിറ്റി ഇല്ലായ്മ ആണ് ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എനിക്കറിയില്ല ഗേൾസ് എങ്ങനെയാണ് പരസ്പരം സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ആണുങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാനാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എനിക്കറിയില്ല ഇവരെ പരസ്പരം എടാന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുക. പെൺപിള്ളേർ കൂടുതലും എടാന്ന്, ഞാൻ എടീന്നാണ് വിളിപ്പിച്ചിട്ടുള്ളത്. അത് റിയലിസ്റ്റിക് ആണോന്ന് വെച്ചാൽ എനിക്കറിയില്ല റിയലിസ്റ്റിക് ആണോന്ന്. പക്ഷെ നമുക്കിതാണ് വേണ്ടത് എന്നുള്ളതറിയാം. അപ്പൊ ചിലര് ഗേൾസ് ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ചിന്തിച്ച് കറക്റ്റ് ആയിരുന്നു, രക്ഷപ്പെട്ടു, ഭാഗ്യത്തിന് അത് ശരിയായി വന്നു എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ 2 സിനിമയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുപോലെ ബ്രോന് മാത്രം ഇഷ്ടമുള്ള ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 ഫിലിംസിന്റെ പേര് പറയാൻ പറ്റുമോ? അയ്യോ, കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും. എനിക്ക് ചിന്താവിഷ്ടയായി. അത് പക്ഷെ ഭയങ്കര ഹിറ്റാണ്. പക്ഷെ ഇപ്പോഴൊന്നും ആരും കാണാറില്ല. ഈ പറഞ്ഞ പോലെ സിബായിലകള, അതിന്റെ വ്യൂസും കൂടുതൽ, കല്യാണ സൗഗന്ധികം, മൈ ഡിയർ മുത്തച്ഛൻ, പിന്നെ ബോയിങ് ഇതിനൊക്കെ അതൊക്കെ ഇന്ദ്രിയം. അല്ല അത് മോശമായിട്ടുള്ള രീതിയിലല്ല, ഹൊറർ സിനിമയാണ് എനിക്ക് ഇഷ്ടമാണ് ആ പടം. അല്ല അധികം ആരും പറഞ്ഞ കേൾക്കാത്ത പടങ്ങൾ പറയാണ്. ചെസ് എനിക്ക് ഇഷ്ടമാണ്. അല്ല ജസ്റ്റ്
ഓർമ്മ വരണത് പറഞ്ഞു എന്നല്ല. കാരണം ചെസ് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ചെസ്സിനെ കുറിച്ച് എന്തോ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. അല്ല ഞങ്ങളെന്തോ സംസാരിച്ചു ചെസ്സിനെ കുറിച്ച്, അത് ഓർമ്മ വന്നതാണ്. അല്ല ഇതൊന്നും അധികം ആൾക്കാർ കേരള ഹോസ്പിറ്റൽ വിൽപ്പനയ്ക്ക് കുറച്ച് മലയാളം പടങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഉണ്ടാവും കേട്ടോ, ഇനിയും ഉണ്ടാവും, ഇഷ്ടംപോലെ പടങ്ങൾ ഉണ്ടാവും. പിന്നെ സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജോണി ആന്റണി. ആ അതെ, അതും പക്ഷെ ആൾക്കാർ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പൊ മനസ്സിൽ വരണത്. ചിലപ്പോ ഇതിനേക്കാളും ഫേവറേറ്റ് സിനിമകൾ ഉണ്ടാവട്ടെ, ഞാനിത് പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോ. അല്ല എന്തായാലും ഈ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ടേസ്റ്റ് ആൾക്കാർ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. അതാണ് നീ. അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് ഇനി വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും മാറ്റല്ലേ സ്റ്റൈൽ. വന്നാലും കുഴപ്പമില്ല, എന്നെ കുത്തി നോവിക്കാതിരുന്ന വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, വല്ല ചായ കുടിക്കാറൊക്കെ പോകാണെങ്കിൽ ഓക്കെയാണ്. അയ്യോ, പക്ഷെ ബ്രോ ഒരിക്കലും സ്റ്റൈല് മാറ്റല്ലേ. ഭയങ്കര ലക്കാണ്, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് പ്രേമലു. ഇതും ഇതുപോലെ മറ്റേ സിനിമ, 2 സിനിമ പോലെ ഒരു 10-20 വർഷം ഞാൻ കാണാൻ. താങ്ക് യു സോ മച്ച്.